ഓരോ സൈക്കിൾ റേസിന് മുൻപും ഇവൾ തന്റെ ബോഡിയിലേക്ക് ഹെവി ഡോസ് ഉത്തേജക മരുന്ന് ഇഞ്ചക്ട് ചെയ്യുന്നു. എന്നിട്ട് അതിന്റെ തെളിവുകളെല്ലാം തന്റെ സ്റ്റേഷനറി ബൈക്കിന്റെ സീറ്റിനടിയിൽ ഒളിപ്പിക്കുന്നു. ഇങ്ങനെ ഇത് യൂസ് ചെയ്യുന്നതിന്റെ ഫലമായി അവൾ തുടർച്ചയായി റേസിൽ വിൻ ചെയ്യുന്നു. എല്ലാം വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവർ താമസിക്കുന്ന ഹോട്ടൽ റൂമിന്റെ റിസപ്ഷനിൽ നിന്ന് അവർക്കൊരു മെസ്സേജ് വരുന്നു. ഒരു ഓഫീസർ അപ്രതീക്ഷിതമായി അവളുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായി വന്നിരിക്കുന്നു. അത് കേട്ടതും അവളും കോച്ചും പാനിക് ആവുന്നു. കോച്ച് ഉടനെ അവളെ കൊണ്ട് കഠിനമായി എക്സസൈസ് ചെയ്യിക്കുന്നു. അവളുടെ ബ്ലഡ് സർക്കുലേഷൻ വേഗത്തിൽ നടന്ന് ആ മരുന്നിന്റെ അംശം ഇല്ലാതാകുന്നതിനായാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതേസമയം കോച്ച് റൂമിന് പുറത്തേക്ക് വന്ന് ലിഫ്റ്റിന്റെ എല്ലാ ബട്ടണിലും അമർത്തുന്നു. അതുകൊണ്ട് തന്നെ ലിഫ്റ്റ് എല്ലാ ഫ്ലോറിലും സ്റ്റോപ്പായി ഓഫീസർ പതുക്കെ മാത്രമേ ഇവിടെ എത്തൂ. ജൂലിക്ക് ടെൻഷൻ കാരണം ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അവൾ തന്റെ ബോഡിയിലേക്ക് ഒരു ലിക്വിഡ് സൊല്യൂഷൻ ഡ്രിപ്പ് ചെയ്യാൻ ശ്രമിക്കുമെങ്കിലും സാധിക്കുന്നില്ല. അത് കണ്ട കോച്ച് വേഗം തന്നെ അവളെ അതിന് സഹായിക്കുന്നു. സമയം വളരെ വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു. കോച്ച് ജൂലിയെ സ്റ്റേഷനറി ബൈക്ക് ചവിട്ടിക്കാൻ തുടങ്ങുന്നു. പെട്ടെന്ന് ഡോറിൽ ആരോ തട്ടുന്ന ശബ്ദം കേൾക്കുന്നു. കോച്ച് ജൂലിയെ മറച്ചു നിർത്തി ഡോർ ഓപ്പൺ ചെയ്യുന്നു. എന്നിട്ട് അവിടെ വന്ന ഓഫീസറിനോട് ജൂലി താഴെ എക്സസൈസ് ചെയ്യാൻ പോയിരിക്കുന്നതായി പറയുന്നു. അപ്പോൾ ആ ഓഫീസർ ഞാൻ അവളെ താഴെ വെച്ച് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു പോകുന്നു. ആ സമയം കോച്ച് ജൂലിയെ ബാത്റൂമിനകത്ത് കയറ്റി കുളിക്കാൻ പറയുന്നു. അത്രയും സമയം കൂടി അവളുടെ ബോഡിയിലേക്ക് ആ ഡ്രിപ്പ് കയറുമല്ലോ എന്ന് ചിന്തിക്കുന്നു. കുറച്ചു സമയം കഴിഞ്ഞ ആ ഓഫീസർ വീണ്ടും അവിടേക്ക് വന്ന് അവളെ താഴത്തെ ഫ്ലോറിൽ കണ്ടില്ലെന്ന് പറയുന്നു. ഉടനെ കോച്ച് ജൂലി ഓഫീസർ പോയതിന് തൊട്ടുപുറകെ റൂമിലേക്ക് വന്നതായും ഇപ്പോൾ കുളിക്കുകയാണെന്നും പറയുന്നു. അതേസമയം ജൂലി ഒരു ടെൻഷനും മുഖത്ത് കാണിക്കാതെ ചിരിച്ചുകൊണ്ട് ബാത്റൂമിൽ നിന്ന് പുറത്തു വരുന്നു. അവർ വളരെ വേഗത്തിൽ എല്ലാ പ്രോസസ്സും ചെയ്തതുകൊണ്ട് ആ ബ്ലഡ് ടെസ്റ്റിൽ ജൂലി പാസ്സാവുന്നു. കോച്ച് ഒരു പേഴ്സണൽ ഫിസിഷ്യന്റെ സഹായത്തോടെ ജൂലിയുടെ ഉത്തേജക മരുന്നിൽ മാറ്റങ്ങൾ വരുത്തുന്നു. ആ മരുന്ന് യൂസ് ചെയ്യുമ്പോഴെല്ലാം അവൾ ട്രാക്കിൽ ഒരു കുതിരയെ പോലെ പായുന്നു. ഒരു റേസിൽ അവൾ വിൻ ചെയ്ത് കഴിഞ്ഞതും ഒരു ഷോക്കിംഗ് ആയ കാര്യം നടക്കുന്നു. എല്ലാ മത്സരാർത്ഥികളുടെയും യൂറിൻ സാമ്പിൾ ലൈവായി ചെക്ക് ചെയ്യാൻ ഓർഗനൈസേഴ്സ് തീരുമാനിക്കുന്നു. യൂറിൻ കൊടുത്തു കഴിഞ്ഞ ജൂലിക്ക് ടെൻഷൻ കൂടുന്നു. ഫാമിലി മുഴുവനും അവളുടെ വിജയം സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ അവൾ മാത്രം ടെൻഷൻ ആയിരിക്കുന്നു. ആ യൂറിൻ ടെസ്റ്റ് പോസിറ്റീവ് ആയാൽ അവളുടെ അത്ലറ്റിക് കരിയർ അവിടെ അവസാനിക്കും. പക്ഷെ കോച്ച് അവൾക്ക് ഒന്നും സംഭവിക്കില്ലെന്ന് പറയുന്നു. അതിനുശേഷം ആ പേഴ്സണൽ ഫിസിഷ്യൻ ഇല്ലീഗൽ ഡ്രഗ്സ് സെയിൽ ചെയ്തതിന് അറസ്റ്റിലായെന്ന് അവർ അറിയുന്നു. കോച്ചും അവളും അവരുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാ ഡ്രഗ്സും നശിപ്പിച്ചു കളയുന്നു. അവസാനം ആ ഉത്തേജക മരുന്നില്ലാതെ തനിക്ക് ഒരു റേസിലും വിജയിക്കാനാവില്ലെന്ന് മനസ്സിലാക്കിയ ജൂലി തന്റെ അവസാനത്തെ റേസിലും വിൻ ചെയ്ത് കരിയർ അവസാനിപ്പിച്ച് നാടുവിടുന്നു.